ഞങ്ങള് 3 പേരുള്ളത്. ഇത് ശരിക്കും കാണാൻ പറ്റും. 3 ആൾക്കാരുള്ള ഹൗസിന്റെ ഉള്ളിൽ തിരിച്ചു പോകാൻ പറ്റാത്ത. ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചതിന് ശേഷം ആദില, നൂറ, അനു കോംബോ മിസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എന്നൊന്ന് കമന്റ് ചെയ്തേക്കാട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മിസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തേക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഇനി അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് നിൽക്കുക, ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് ഹൈപ്പ് ചെയ്തേക്കാം. വീഡിയോ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആദില, നൂറ, അനു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ നല്ല മിഠായി പോലെ വളരെ മധുരമുള്ളതും കേക്ക് പോലെ സോഫ്റ്റ് ആയിരുന്നു. പോകെ 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 ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു പല്ലേലൊട്ടി പോലെയൊക്കെ വല്ലാണ്ട് ഹാർഡാവാൻ തുടങ്ങി. ഇങ്ങനൊരു ഉദാഹരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അനുമോളെ പല സംസാരത്തിലും വീഡിയോസിലും ആദില, നൂറേനോട് ഇപ്പോഴും ആ ഒരു സ്നേഹവും കാര്യങ്ങളും കണക്ഷനും ഒക്കെ ഉള്ളിലുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, അല്ലാന്നും പറയുന്നില്ല. പണ്ടത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോയിലോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് 3 പേരും. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്ക് വഴിയെ പറയാം. ഇപ്പോഴത്തെ ആദില, നൂറ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, നൂറേൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് ഒരാളെ ഗിഫ്റ്റായിട്ട് ഈ ഒരു ബിഗ് ബോസ് മെമ്മറീസ് എന്ന പോലെ ബിഗ് ബോസിന് ഹൗസിനകത്ത് ഈ ഒരു പാട്ട ഗേൾസ് ഗ്യാങ് കാട്ടിക്കൂട്ടിയതും അടുത്തിരുന്നതുമായിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു അൺമെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ തന്നെ ഒരു ഫ്രെയിം ആക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്തു. അവർ ആ ഗിഫ്റ്റൊക്കെ പൊളിച്ചിട്ട് അത് നോക്കി വല്ലാതെ സാഡ് അടിച്ചിരിക്കുകയാണ്, വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്, പൊട്ടിക്കരയാൻ ഇങ്ങനെ വിതുമ്പാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഒക്കെ കണ്ട സമയത്ത് ആദിലയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നുള്ളത് ആദിലേൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോക്കും ഇവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഫോട്ടോസ് ഇവർ ഒരുമിച്ചുള്ളത് അനുമോക്കും കൊടുക്കുന്നുണ്ട്. അനുമോളും അത് കാണുന്ന സമയത്ത് വല്ലാണ്ട് സാരടിച്ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ടൈമിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എന്താണെന്നും അത് അവർ തുറക്കുന്ന സമയത്തുള്ള അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്നുള്ളതൊന്ന് കാണാം. ഇത് ഞങ്ങള് 3 പേരുള്ളത്. 3 ആൾക്കാർ. ഇത് ശരിക്കും കാണാൻ പറ്റും. 3 ആൾക്കാരുള്ള ഹൗസിന്റെ ഉള്ളിൽ തിരിച്ചു പോകാൻ പറ്റാത്ത. വീഡിയോയില് ആതിരേന്റെ മുഖം കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് അനുമോളെ ഒന്ന് കാണണം, സംസാരിക്കണം, പണ്ടത്തെ പോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡും ഉള്ളിൽ നിന്നൊരു സോറി പറയണം എന്നുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ട്. എന്തോ ഒരു ഈഗോ കൊണ്ടായിരിക്കും ഒരുപക്ഷെ വെട്ടി തുറന്ന് സോറി പറയാനോ പോയി കാണാനോ സാധിക്കാത്തത്. അതേപോലെ തന്നെ അനുമോളാണെങ്കിലും ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇമോഷണൽ ആവുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു ഫാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാങ് ഇനി ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് അനുമോക്കും ആദിലയ്ക്കും നൂറയ്ക്കും തന്നെയായിരിക്കും വല്ലാത്ത രീതിയിൽ പാരയാവുക. അവർ വീണ്ടും സോഷ്യൽ മീഡിയയ്ക്കകത്ത് വല്ലാത്ത വിവാദങ്ങളാവാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ആദില എന്ന് പറയുന്ന കക്ഷി പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ പുള്ളിക്കാരി തെളിയിച്ചതാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോക്ക് ഒരു താങ്ങും തണലും തോളുമായിട്ട് കൂടെ നടന്നിട്ട് പെട്ടെന്ന് ഈ ഹൗസിൽ നിന്ന് പോയ ആൾക്കാരെല്ലാവരും റീ എൻട്രി ആയി വന്നതിന് ശേഷം പുറമെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുവിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുറമെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അനുമോക്ക് പുറത്ത് ഭയങ്കര ഹെയ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പോൾ പുറമെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും ശരി, ഇവർക്ക് ഇവിടെ വന്ന് നുണ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു അർത്ഥത്തിലും മൈൻഡിലും ശൈത്യ, പിന്നാരായി കുത്തിത്തിരിപ്പ്, പിന്നി വേറെ ആരാണ്ടൊക്കെയോ പറയുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് അതിൽ എന്ത് ചെയ്യാണ്, അനുമോളെ കുറിച്ച് അറിയാവുന്നതും അനുമോള് പറഞ്ഞിട്ടുള്ളതും ആദിലയ്ക്ക് അറിയാവുന്നതുമായ എല്ലാ കാര്യങ്ങളും ആദില അങ്ങോട്ട് ഫിറ്റ് ചെയ്യാണ് ശൈത്യനോട് പറയുന്നു. സമയം കിട്ടുന്ന സമയത്ത്, അവസരം കിട്ടുന്ന സമയത്ത് പിന്നീന്ന് കുത്താന്നൊക്കെ പറയുന്ന മാതിരി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു. അന്ന് നമുക്കറിയാം ബിൻസി, അപ്പാനി എല്ലാവരും കൂടി ഉണ്ടായിരുന്ന ഒരു വഴക്കിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പരിപാടിയാണ് ആദില കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ബോറ് പരിപാടിയായിരുന്നു. അതിൽ തന്നെയാണ് ആദിലയ്ക്ക് ഒരുപാട് ഹേറ്റ് സ്പ്രെഡ് ആയതും അനുമോക്ക് ഒരുപാട് ഫാൻസ് കൂടുകയും അനുമോൾ സീസൺ 7 വിന്നർ ആവാനുള്ള ആ ഒരു ചാൻസ് അവിടെ കൂടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്ത് വന്നപ്പോൾ ആദില ഇതെല്ലാം തിരിച്ചറിയാണ്. ഓക്കെ, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ശൈത്യ ഇവരെല്ലാവരും പുറത്തുള്ള കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു തരത്തിലാണ് ഹൗസിനകത്ത് എത്തിച്ചത്, നമ്മൾ ആ മാനിപ്പുലേഷനിൽ വീണു, തെറ്റ് ചെയ്തിട്ടുണ്ട്, മിസ്റ്റേക്ക് നമ്മളാണ് ചെയ്തത് എന്ന് ലൈവിൽ ഓപ്പണായിട്ട് പറയുകയുണ്ടായി. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്താണ്. തെറ്റ് പറ്റി, അപ്പോൾ നൂറ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇല്ലല്ല, ബേബിൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന് നൂറ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലെന്ത് ചെയ്യാണ്, നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തറപ്പിച്ച് തന്നെ പറയണം. സോ അതിലൊക്കെ അറിയാം ആദില സംസാരിച്ചതും ചെയ്തതും ഒക്കെ വൻ മിസ്റ്റേക്കാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മളത് അവസരം കിട്ടുന്ന സമയത്ത് വേറെ ആൾക്കാരോട് പറയുക, അല്ലെങ്കിൽ അവർ കേൾക്കാണ്ട് ഇത് ഞാൻ നിന്നോട് പറയാം നീ ആരോട് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ ആളോട് ഷെയർ ചെയ്യാന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞ ആൾക്കാരെ, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നവരുടെ ആ ഒരു വിശ്വാസം ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഒക്കെ കാണാൻ വേണ്ടി പറ്റലുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ തല്ലി പൊട്ടിച്ച ഗ്ലാസ്സെല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് വെള്ളം വരുമ്പോൾ പല വഴിക്ക് പോണതൊക്കെ. അപ്പോൾ ആ ഒരു പരിപാടി ആയിരിക്കും ഇവരിനി ഒന്നിച്ചാലുണ്ടാവുക. കാരണം അനുമോളുടെ ആ ഒരു ഇവരുടെ മേലുണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് ഇവരായിട്ട് തന്നെ എന്താണ് ബ്രേക്ക് ചെയ്തു. നൂറൊക്കെ ആ സമയത്ത് പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ പിന്നെ എന്ത് പറയും, അതായത് ഇവർക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്തായാലും ഒരു വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ അനുമോളാണ് നെഗറ്റീവ്. അപ്പോൾ അനുമോളെ കുറിച്ച് ഇവർക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യണം, അങ്ങോട്ട് പറഞ്ഞ് പരത്തുകയാണ്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ഞാൻ പറയില്ല, പുറത്തിറങ്ങിയ സമയത്ത് അക്കിടി ആർക്ക് പറ്റി, ഇവർക്ക് പറ്റി. ഇവരായിരുന്നു മിസ്റ്റേക്ക് എന്ന് ഇവർ തിരിച്ചറിയാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഹൗസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് അനുമോളുടെ ആ ഒരു വിശ്വാസം ഇവർ ബ്രേക്ക് ചെയ്തു. ഇനി ആ ഒരു വിശ്വാസം ഇവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല കേട്ടോ. കാരണം ഇവരിനി ഒരുമിച്ച് കഴിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്നല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കാണെങ്കിലും ഒരു വട്ടം നമ്മുടെ വിശ്വാസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് വീണ്ടും എന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളെ ഉണ്ടാവുള്ളൂ. ആദ്യം സംശയമായിരിക്കും, അത് ഇവരായിരിക്കുമോ പറഞ്ഞത്, ഇവരായിരിക്കുമോ ചെയ്തത്, അങ്ങനെ ചെയ്യുമോ, ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള സംശയങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്ക് വഴിവെക്കാതിരിക്കാൻ എന്തുകൊണ്ടും നല്ലത് ഇപ്പം എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ അങ്ങോട്ട് പോകണം തന്നെയാണ്. ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ PR വിനുവിൻ്റെ പേരൊക്കെ പറഞ്ഞ സമയത്തിന് കുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ കുത്തലൊക്കെ അനുമോക്ക് നന്നായിട്ട് തന്നെ ഏറ്റിട്ടുണ്ട്, അത് നമുക്കറിയാം. പിന്നെ വിനുവിൻ്റെ കേസായിട്ട് പറയുകയാണെങ്കിൽ വിനു അയാളുടെ പ്രൊഫൈലിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളും അനുമോളായിട്ടുള്ള ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടില്ല. അവിടെ എന്താണ് അനുമോൾ വരുന്ന പ്രോഗ്രാമിന് വരില്ല എന്നെന്തോ പറഞ്ഞ സ്റ്റോറി ഇടുകയോ, പിന്നെ എന്തോ നീണ്ട ലവ് ലെറ്റർ പോലെ ഇനിയിപ്പോൾ ഞാൻ അനുമോളായിട്ട് ഒന്നുമില്ല, അനുമോളുടെ കൂടെ പോകില്ല, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഉപന്യാസങ്ങൾ എഴുതിയൊക്കെ കണ്ടതാണ്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, നിങ്ങളത് കയറി കാണുക. നമ്മളിനി അത് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പോകുന്നതന്നെയാണ് നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദില നൂറിൻ്റെ ലൈവിനകത്തും അവരുടെ ഷോർട്സ് വീഡിയോസിനകത്തും ലോങ് വീഡിയോസിനകത്തും പലപ്പോഴായി ഞാൻ കണ്ടിട്ടുള്ള കമൻറ്റാണ്, ഈ കുടുംബങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ലൈവിലും കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക, കേൾക്കുമ്പോൾ തന്നെ അരോചകമാകുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈവ് കാണാനോ വീഡിയോസ് കാണാനോ ഒട്ടും താല്പര്യം തോന്നുന്നില്ല എന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അനുമോളെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അനുമോളോ എന്തായാലും കൈവിട്ട് പോയി, സബ്സ്ക്രൈബേഴ്സും കൂടെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് പറയുന്നവർ തന്നെ ഇനി അനു എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ഇതിൽ ക്ലോസ് ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്ന് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു, കണ്ട എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇനിയിപ്പം പാട്ടാകേൾസ് ഒന്നും വേണ്ട, പാട്ടയെല്ലാം പെറുക്കി അതിൻ്റെ ആൾക്കാർ അതിൻ്റേതായ സ്ഥലത്ത് കണ്ട ആക്രി കടയിലൊക്കെ കൊണ്ടുപോയി വിറ്റു. പാട്ടയൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഇപ്പം വേറെ എന്തെങ്കിലും റീസൈക്കിൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പാട്ടയും കുപ്പിയും പാട്ടയൊക്കെ അവിടെ ഇവിടെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. ഓക്കെ.